ബോഡി ഗാർഡ്. രചന പ്രിയപ്പെട്ടവൾ കുട്ടു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. വിനീതയെ കണ്ട് സഞ്ജയുടെ മുഖം വലിഞ്ഞു മുറുകി. അവൻ ഗൗരവത്തോടെ എഴുന്നേറ്റുന്നുണ്ട് ചോദിച്ചു, അപ്പൊ എങ്ങനെ പോവല്ലേ? ഇരുന്നിടത്ത് എഴുന്നേറ്റുകൊണ്ട് സഞ്ജയ് ചോദിച്ചു. വിനീത നിസ്സഹായി അവനെ നോക്കി. ഐ ആം സോറി വിനീത, നീ എൻ്റെ നല്ലൊരു പാർട്ട്ണറായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, നമ്മുടെ ബിസിനസ്സിൻ്റെ റൂൾസ് നിനക്കും അറിയാലോ. പിരിഞ്ഞു പോകുന്നവരുടെ ഏത് നിമിഷവും ഒരു ചതി ഞാൻ പ്രതീക്ഷിക്കാറുണ്ട്. നിന്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാവില്ലെങ്കിലും നീ ചോദിച്ച പാർട്ണർഷിപ്പ് അത് കൂടുതലല്ലേ? 3 CR. അത് നിനക്കെന്ന് നീ നന്നായി ജീവിക്കുന്ന കരുതാൻ മാത്രം നീ എൻ്റെ ആരാ? വേറൊരു പാർട്ട്ണർ. നീ ഇല്ലാതായ എനിക്കുണ്ടാവുന്ന കോടികളുടെ ലാഭം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് സഞ്ജയ് സാർ ഇതുപോലൊരു ഓഫർ തന്നു. നിന്നാവും വരുന്നവരെ ഇവിടെ താമസിപ്പിക്കുന്നതിന് 1 crore. 1 crore എങ്ങനെയാ വേണ്ടെന്ന് വെക്കുന്നത് അല്ലേ? ചിരിയോടെ പറയുന്നവനെ പകയാളുന്ന കണ്ണുകളോടെ വിനീത നോക്കി. നിന്റെ സ്മാർട്ട്നെസ് കാണിക്കാൻ നിൽക്കേണ്ട വിനീത. ഈ കോമ്പൗണ്ടിന് ചുറ്റും നിനക്ക് വേണ്ടി എൻ്റെ ആളുകളുണ്ട്. സോ രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. സഞ്ജയ് അവളെ പഠിക്കുന്ന പോലെ നോക്കിക്കൊണ്ട് പറഞ്ഞു കേട്ട് വിനീത ഒന്നും മിണ്ടിയില്ല. സഞ്ജയ് അവളോട് കൂടെ വരാൻ പറഞ്ഞുകൊണ്ട് ഡോർ തുറന്നും വിനീത കണ്ടു പുറത്ത് നിൽക്കുന്നവരെ. കണ്ടാൽ തന്നെ അറിയാം വെൽ ട്രെയിനിങ് ആയിട്ടുള്ള ആളുകളാണെന്ന്. ഒരു നിമിഷം വിനീതയുടെ മുഖം കടുത്തു. അവളുടെ കൈ പാൻറ്റിന്റെ പോക്കറ്റിൽ മുറുകി. മുന്നോട്ട് നടന്നവൾ അതേസമയം തിരിഞ്ഞ് പ്രിൻസിനെ നോക്കുകയും പോക്കറ്റിൽ കരുതുന്ന പിസ്റ്റൾ എടുത്ത് അവന് നേരെ നിറയുകയും ചെയ്തു. നിമിഷ നേരം കൊണ്ട് കഴിഞ്ഞിരുന്നു. സംഭവിച്ചെന്താണെന്ന് മനസ്സിലാകുന്നതിന് മുന്നേ തന്നെ പ്രിൻസിന്റെ നെഞ്ചു തുളച്ചുകൊണ്ട് 2ാമത്തെ ബുള്ളറ്റും കയറിയിരുന്നു. ലെനയുടെ നിലവിളി അവിടെ ആകെ മുഴങ്ങി കേട്ടു. പിന്നിൽ നിന്നൊരു ചതി ഞാനും പ്രതീക്ഷിച്ചിരുന്നു. കാരണം നമ്മൾ രണ്ടുപേരും ചേർന്ന് ഒരുപാട് പേരോട് ചെയ്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും എനിക്ക് നേരെ ഉണ്ടായാൽ നീ പിന്നെ ആ പണം കൊണ്ട് സൂക്ഷിച്ച് ജീവിക്കില്ലെന്ന് ഞാനും തീരുമാനിച്ചായിരുന്നു. പകയോടെ പറയുന്നവൾ ഒരു നിമിഷം സഞ്ജയ് കേട്ടു നിന്നെങ്കിലും അടുത്ത നിമിഷം അവളുടെ കയ്യിലിരുന്ന പിസ്റ്റൾ അവൻ ചവിട്ടി തെറിപ്പിച്ചു. പെടലി കിട്ടിയ അടിയിൽ അവൾ മയങ്ങി വീഴുകയും ചെയ്തു. സഞ്ജയുടെ കൂടെ വന്നവർ പെട്ടെന്ന് തന്നെ വിനീതയും കൊണ്ട് താഴേക്ക് പോയി. മറ്റു 2 പേർ ചേർന്ന് പ്രിൻസിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്കും. ഷോക്കിൽ നിന്ന് വിട്ടുമാറിയ ലെനയും പ്രിൻസിനോടൊപ്പം പോയിരുന്നു. വിനീതയിൽ നിന്ന് എന്തെങ്കിലും ഒരു പക പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പ്രിൻസിനെ കൊന്നുകളയുമെന്ന് അവൻ കരുതിയിരുന്നില്ല. ഒപ്പം ഇങ്ങനെ ഒരു ആയുധം അവളിൽ ഉണ്ടാവുമെന്ന് സഞ്ജയ് പ്രതീക്ഷിച്ചിരുന്നില്ല. അതിൻ്റെ ഒരു പകപ്പ് അവനിലും ഉണ്ടായിരുന്നു. അതേസമയം തൊട്ടുമുന്നിൽ കണ്ട സംഭവങ്ങളുടെ ഷോക്കിലായിരുന്നു അനിത. ആരുടെ സംസാരം കേട്ട പോലെ തോന്നിയ അനിത പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് പ്രിൻസിന് നേരെ വെടിതീർക്കുന്ന വിനീതയാണ്. അത് കണ്ടപ്പോൾ വന്നൊരു നിലവിളി ശബ്ദമില്ലാതെ നെഞ്ചിൽ കുരുങ്ങി മയങ്ങി വീണവളെ ആരും അറിഞ്ഞില്ലെന്നതാണ് സത്യം. ദ്രൗപദി അസ്വസ്ഥതയോടെ ശിവൻ അരികിൽ ഇരിക്കുകയായിരുന്നു. കൂടെ ഫോണിലേക്ക് നോക്കുന്നുണ്ടെങ്കിലും സഞ്ജയെ വിളിക്കാൻ അവൾക്ക് തോന്നിയില്ല. അതേസമയം തന്നെയാണ് അവളുടെ ഫോൺ ബെല്ലടിച്ചത്. ഹലോ സഞ്ജയ്. ദ്രൗപദി ഫോൺ എടുത്ത പാടെ അവനെ വിളിച്ചു. അങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുന്നേ തന്നെ അവിടെ നിന്ന് കേട്ട കാര്യങ്ങൾ അവളെ ഞെട്ടിച്ചു. ചതിച്ചവൻ അതേ സ്പോട്ടിൽ തന്നെ തന്റെ പ്രതികാരം തീർത്തവൾ. അതിനേക്കാൾ ഉപരി അങ്ങനെ ഒരു നീക്കം അവൾ മുൻകൂട്ടി കണ്ടിരുന്നുവെങ്കിൽ വിനീതയുടെ പ്രധാന ശത്രുവായ തങ്ങളെ അവൾ പ്രതീക്ഷിച്ചിരിക്കില്ലേ? അങ്ങനെയെങ്കിൽ ആ ഓർമ്മയിൽ അവിടെ നെറ്റി ചുളിഞ്ഞു. ഹലോ ദ്രൗപദി, ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. പ്രിൻസ് വെന്റിലേറ്ററിലാണ്. ഒന്നും പറയാറായിട്ടില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഈ കേസ് വിനീതയ്ക്ക് നേരെ വരാതെ ഒതുക്കി തീർത്താൽ മാത്രമേ നമുക്ക് വിനീതയെ കിട്ടൂ. ഒറ്റ ശ്വാസത്തിൽ സഞ്ജയ് പറഞ്ഞു നിർത്തി. തൻ്റെ ആലോചനയുടെ പകപ്പിൽ ദ്രൗപദി സഞ്ജയ്ക്കൊന്ന് മൂളുക മാത്രമാണ് ചെയ്ത്. അവൻ ഫോൺ വെച്ചിട്ടും അവളുടെ ചിന്തകൾ പല വഴിക്ക് പോയി. ആലോചനകൾക്കൊടുവിൽ അവളുടെ കണ്ണുകൾ തൻ്റെ മുമ്പിൽ മയങ്ങിക്കിടക്കുന്ന ശിവനിലായതും ഒരു നിമിഷം അവളുടെ മുഖം കടുത്തു. ഇല്ല ശിവ, ഇനി എന്ത് തന്നെയായാലും അവളെ ഞാൻ വെറുതെ വിടില്ല. എൻ്റെ വെങ്കിയെ ഇല്ലാതാക്കിയവൾ, നിന്നെ ഈ അവസ്ഥയിലാക്കിയവൾ, അവളെ ഇനി ഒരു നിമിഷം കൂടി ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല. എന്നാൽ ഇതൊന്നും അറിയാതെ ശിവൻ നല്ല മയക്കത്തിലായിരുന്നു. ഇത്രയും നാളും സഡേഷനിലായതുകൊണ്ട് തന്നെ മുറിവുകളുടെ വേദന അവനെ അത്ര ബാധിച്ചിരുന്നില്ല. എന്നാൽ പതിയെ മയക്കം വിട്ടു മാറുന്നവന് തൻ്റെ ശരീരം തുളച്ചു കയറിയ മുറിവുകളുടെ വേദന അസഹനീയമായിരുന്നു. പിന്നെയും വേദനാ സംഹാരികൾ ആശ്വാസം കൊടുക്കാൻ മാത്രമേ ഡോക്ടർമാർക്ക് കഴിയുമായിരുന്നുള്ളൂ. അതിൻ്റെ മയക്കത്തിൽ തന്നെയായിരുന്നു ശിവൻ എപ്പോഴും. ദ്രൗപദി പതിയെ ശിവന്റെ കയ്യിലായി പിടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അപ്പോഴാണ് ആദ്യം ഡോർ തുറന്നു വന്നത്. അവളുടെ കയ്യിലായി കുഞ്ഞാപ്പിയുമുണ്ട്. കരഞ്ഞ് ചിണുങ്ങിയിരിക്കുന്നവൻ ദ്രൗപദിയെ കണ്ടതും ചുണ്ടുവിളത്തി കരയാൻ തുടങ്ങി. ഒരു രക്ഷയിലെടുത്തി, ഇവനൊരു തരത്തിൽ നിൽക്കുന്നില്ല. പാ മയങ്ങിക്കിടക്കുന്നവനെ കണ്ട് കുഞ്ഞാപ്പി വിളിച്ചതും ദ്രൗപദി അവനെടുത്ത് നെഞ്ചോട് ചേർത്തു. അപ്പോൾ ഉറങ്ങാണല്ലോ, നമുക്ക് അപ്പയോടൊപ്പം പിന്നെ കളിക്കാവേ. എൻ്റെ പൊന്നെന്തെങ്കിലും കഴിച്ചോ? അവനെ കൊഞ്ചിച്ചുകൊണ്ട് ദ്രൗപദി ചോദിച്ചു. കുറച്ച് പാൽ ലച്ചുവിൻ്റെ കയ്യിൽ നിന്ന് കുടിച്ചു. അവനവൻ്റെ ലച്ചു അപ്പച്ചിയും ശിവാപ്പയും ഒക്കെ കൊഞ്ചിക്കാത്തതിനും കളിപ്പിക്കാത്തതിനൊക്കെ നിർബന്ധം. രണ്ടുപേരും തറയിൽ വെക്കാതെ അവനെ കൊണ്ടുവരുന്നല്ലേ. ആദ്യം ദ്രൗപദിയുടെ മാറിൽ നിന്ന് പാൽ കുടിക്കുന്നവനെ വാത്സല്യത്തോടെ നോക്കി പറഞ്ഞു. വയറ് വീർത്ത് കുഞ്ഞിക്കണ്ണുകൾ പൂട്ടിയുറങ്ങുന്നവനെ ശിവനരികിൽ പതിയെ കിടത്തി. കുറച്ചു നേരം രണ്ടുപേരെയും ദ്രൗപദി നോക്കി നിന്നു. പിന്നെ തിരിഞ്ഞ് ആദിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആദി, നീ ഇവിടെ തന്നെ കാണണം. ഒരു കാരണവശാലും പോകരുത്. എനിക്ക് അത്യാവശ്യമായിട്ട് വരെ പോകാനുണ്ട്. ദ്രൗപദി പറയുന്നിട്ട് ആദ്യം അവളൊരു പകപ്പോടെ നോക്കി. കാരണം അത്രയും ഗൗരവമായിരുന്നു ദ്രൗപദിയുടെ മുഖം. മറുത്തൊരു വാക്ക് ചോദിക്കാൻ ആദിക്ക് ഭയം തോന്നി.
ദ്രൗപദി പുറത്തേക്ക് ഇറങ്ങിയതും കണ്ടു ശ്രീകാന്ത് അക്ഷമയോടെ നിൽക്കുന്നു. ദ്രൗപദി, വിനീത അവളെ കിട്ടിയല്ലേ? അതിന് മറുപടി എടുക്കാതെ അവൾ അവനോട് പറഞ്ഞു. അതൊക്കെ പിന്നെ പറയാം ശ്രീ, ഇന്ന് നീ ഇവിടെ തന്നെ കാണണം. ഒരു കാരണവശാലും ഇങ്ങ് പോകരുത്. അസീസിക്കയും സിദ്ദിഖല ഇവിടെയുണ്ട്, സഞ്ജയുടെ ടീമിലുള്ളവരും. ഏത് സമയം ഒരു അറ്റാക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അവൾ പറഞ്ഞു കേട്ട് ശ്രീ പകച്ചു പോയി. ദ്രൗപദി, ശ്രീകാന്ത് വിളിച്ചെങ്കിലും അവന്റെ ശബ്ദം പുറത്തു വന്നില്ല. അവൾ ചുറ്റും നിൽക്കുന്നവരെ നോക്കി പുറത്തേക്ക് നടന്നു. ദ്രൗപദി തന്റെ കാർ തന്നെ വീണ്ടുമ്പിൽ നിർത്തി. കാറിൽ നിന്നിറങ്ങി മുന്നോട്ട് നടക്കുമ്പോഴും അവളുടെ ഉള്ളിൽ അവസാനമായി ഇവിടുന്ന് ഇറങ്ങിപ്പോയതിന് തൊട്ടു മുന്നേ കണ്ട കാഴ്ചകളായിരുന്നു. അത്രയേറെ തന്നെ മരവിപ്പിച്ച കാഴ്ചകൾ. ലിഫ്റ്റ് നിർത്തി തുറന്ന് അകത്തേക്ക് കയറിയത് സഞ്ജയ് അവളെ കണ്ട് എഴുന്നേറ്റു. ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. അവളെ തെളിയാത്ത ബോധമെല്ലാം തെളിച്ചു കൊടുക്കാനാണ് ഞാൻ വന്ന്. അത് പറഞ്ഞ് അകത്തേക്ക് കയറിയ ദ്രൗപദി കണ്ടു കസേരയിൽ ബന്ധിപ്പിച്ചിരുത്തിയിരിക്കുന്ന വിനീതയെ. അവളെ കണ്ട് സ്വയം നിയന്ത്രിച്ചു നിർത്താൻ ദ്രൗപദി പാടുവിട്ടു. സഞ്ജയ് ഒരു കപ്പ് വെള്ളമെടുത്ത് ശക്തമായി വിനീതയുടെ മുഖത്തേക്ക് ഒഴിച്ചതും അവൾ പകപ്പോടെ കണ്ണുകൾ വലിച്ചു തുറന്നു. കൺമുന്നിൽ പകയോടെ നോക്കി നിൽക്കുന്ന ദ്രൗപദിയെ കണ്ട് വിനീതയുടെ നെഞ്ചിടിപ്പേറി. അടുത്ത നിമിഷം തന്നെ കാരണം പുകച്ചുകൊണ്ട് കിട്ടിയ അടിയിൽ വിനീത കസേരയോടെ മറിഞ്ഞു വീണതും അതേ കസേരയോടെ നിവർത്തിയിരുത്തിക്കൊണ്ടവളുടെ മറുകരണത്തും ദ്രൗപദി അടിച്ചു കഴിഞ്ഞിരുന്നു. തല പൊട്ടിപ്പൊളിയുന്ന വേദനയോടെ വിനീത ആ കസേരയിൽ ബന്ധനസ്ഥയായിരുന്നു. ഇനി എന്നെ തല്ലരുത്, വിനീത വിക്കിക്കൊണ്ട് പറഞ്ഞു. യു ബ്ലഡി, തല്ലരുതെന്നോ? നീ ചെയ്ത പ്രതിജ്ഞ നിന്നെ തല്ലിലടി കൊല്ലും. ദ്രൗപദി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവളുടെ മുടിയിലായി കുത്തിപ്പിടിച്ചു. വിനീത വേദന കൊണ്ട് അലറി. ഇപ്പോഴേ നീ വേദന കൊണ്ട് അലറി വിളിച്ചാൽ എങ്ങനെയാ വിനീത? നീ ചെയ്ത ഓരോ പ്രവൃത്തിക്ക് എണ്ണി എനിക്ക് പകരം ചോദിക്കാനുള്ളതാ. ദ്രൗപദി അവളുടെ മുഖത്ത് കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതും വിനീത മുഖം വെട്ടിച്ചു മാറ്റി അവളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇല്ലടി, നിനക്കിനി എന്നിൽ നിന്ന് രക്ഷപ്പെടലില്ല. വീണ്ടും വിനീതയുടെ ഇരുകവളിലുമായി ആഞ്ഞടിച്ചുകൊണ്ട് ദ്രൗപദി മുരണ്ട്. സഞ്ജയ് ഇതെല്ലാം നോക്കുന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല. ലച്ചുവിനെയും ശിവനെയൊക്കെ ഉപദ്രവിച്ച് ആ ഇത്തിരിയില്ലാത്ത കുഞ്ഞിനെ വരെ കൊല്ലാൻ ശ്രമിച്ചവളെ കൊല്ലാകൊല ചെയ്യാൻ ആഗ്രഹമുണ്ടായിട്ടും അതിന് തന്നെക്കാൾ അർഹതയുള്ള ദ്രൗപദിക്കാണെന്ന് അവന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ സഞ്ജയ് അവരെ ഒന്നും മിണ്ടാതെ കണ്ടുന്നതേയുള്ളൂ. വേദന കൊണ്ട് വിനീത അലറി വിളിച്ചു. അവളുടെ ശബ്ദം കൂടിയതും ദ്രൗപദി വിനീതയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ഇനി എന്നെ തൊട്ട നിനക്കുള്ളവരിൽ വീണ്ടും രണ്ടുപേരുടെ ജീവൻ കൂടി വീഴും. വേദന കൊണ്ട് മുഖം ചുളിക്കുമ്പോഴും പകയോടെ പറയുന്നവളെ കേട്ട് ഒരു നിമിഷം ദ്രൗപദിനെ നെറ്റി വിളിഞ്ഞു. ഇനി ആരുടെ ജീവൻ ഇല്ലാതാക്കുന്ന നീ പറയുന്നത്? അത് നീ ഞങ്ങളുടെ മുമ്പിൽ ബന്ധനസ്ഥയായിട്ട് ഇരിക്കുമ്പോൾ ഞങ്ങൾ വെറും മന്ദബുദ്ധികളാണെന്നാണോ നീ കരുതിയത്? നിന്നിൽ നിന്നൊരു ചതി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാ ഞങ്ങൾ നിന്ന്. ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങൾക്കുള്ളവരെല്ലാം സേഫ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ ഈ ഭീഷണിയെ ഞങ്ങൾ പേടിക്കില്ല. പേടിക്കണം, നീയൊക്കെ എന്നെ പേടിക്കണം. എന്തായാലും നിന്റെ മുമ്പിൽ ഞാൻ വന്നുവിടുന്ന എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിന്നിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ബ്രഹ്മാസ്ത്രം ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ജീവന് പകരം നിന്റെയൊക്കെ കൂട്ടത്തിലുള്ള രണ്ടുപേരുടെ ജീവന് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. വേദനയ്ക്കിടയിൽ ഉറപ്പോടെയുള്ള വിനീതയുടെ വാക്കുകൾ കേട്ട് സഞ്ജയുടെ നെറ്റി വിളിഞ്ഞു. അപ്പോഴും ദ്രൗപദി ഒന്നും മിണ്ടാതെ വിനീതയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവൾ വെറും വാക്ക് പറയുന്നില്ലെന്ന് ദ്രൗപദിക്ക് മനസ്സിലായി. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള രണ്ടുപേർ വിനീതയുടെ കസ്റ്റഡിയിൽ. അതാരാവുമെന്ന് ദ്രൗപദിയുടെ മനസ്സിൽ വലിയൊരു ചോദ്യം ഉയർന്നു. ഒപ്പം ഇതുവരെ തോന്നാത്ത ഭയവും. ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും സേഫാണ്. ഫോൺ ചെയ്ത് എല്ലാവരും സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് സഞ്ജയ് അവൾ നോക്കി പറഞ്ഞു. ഇല്ല, നിങ്ങൾ മറന്ന രണ്ടുപേര്. അതാരെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. കഴിഞ്ഞൊരു മാസമായിട്ട് അവരെൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടായിട്ട് പോലും നിങ്ങൾ അറിഞ്ഞില്ല. എന്നിട്ടും നിങ്ങൾക്കുള്ളവരെല്ലാം സേഫാണെന്ന് വിനീത പൊട്ടിച്ചിരിച്ചുകൊണ്ട് ക്രൂരതയോടെ പറയുന്ന കേട്ട് സഞ്ജയ് പകപ്പോടെ അവളെ നോക്കി. കഴിഞ്ഞൊരു മാസമായിട്ട് നിന്റെ കസ്റ്റഡിയിലുള്ളവരോ? സഞ്ജയ് നെറ്റി വിളിച്ചുകൊണ്ട് ദ്രൗപദിയെ നോക്കി. അപ്പയും അമ്മയും. ദ്രൗപദി പകപ്പോടെ പറയുന്ന കേട്ട് സഞ്ജയ്ക്ക് ആദ്യം മനസ്സിലായില്ലെങ്കിലും പെട്ടെന്ന് അവൻ ആളെ ഓർമ്മ വന്നു. ലച്ചുവിൻ്റെ അച്ഛനും അമ്മയും. എല്ലാവരെയും സേഫാക്കുന്ന തിരക്കിൽ വിട്ടുപോയ രണ്ടുപേർ, അതും അത്രയും പ്രധാനപ്പെട്ട രണ്ടുപേര്. അതാണ്. അപ്പൊ ദ്രൗപദി മേഡത്തിന് ആളെ ഓർമ്മ വന്നു. അപ്പൊ എങ്ങനെയാ ദ്രൗപദി, നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ്റെ അമ്മയുടെയും ജീവന് പകരം എൻ്റെ ജീവൻ വെറുതെ വിട്ടല്ലേ പറ്റൂ? പുച്ഛത്തോടെ ചോദിക്കുന്നവളെ പകപ്പോടെ നോക്കി നിൽക്കാനേ ദ്രൗപദിക്ക് ആയുള്ളൂ. ഇത്രയൊക്കെ ചെയ്തവളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വെച്ച് അത് ഇന്നലെ മുതൽ പ്രതീക്ഷിക്കുന്നതാണ്. എന്നിട്ടും അപ്പയെയും അമ്മയെ കുറിച്ച് ഓർത്തില്ലെന്നാണ് സത്യം. എന്താണ് ദ്രൗപദി, ഇതുവരെയായിട്ട് ആ ഷോക്കിൽ നിന്ന് വിട്ടുമാറിയില്ലല്ലേ? ആവില്ല, നിനക്ക് നേർക്ക് നേരെ എന്ന് പൊരുതാനാണ് ഇഷ്ടം. പക്ഷെ എനിക്കങ്ങനെയല്ല. ശത്രുവിൻ്റെ പതനം അത് ഏത് രീതിയിലും ആഗ്രഹിക്കുന്നവളാണ് ഞാൻ, വിനീത ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അതിന് ഞാൻ ഏത് രീതിയിലാടി നിന്റെ ശത്രുവായത്? ദ്രൗപദി കാലുയർത്തി വിനീതയുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി ദേഷ്യത്തോടെ അലറി. അവൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. വിനീതയെ ഇഞ്ചിഞ്ചായി വേദനിപ്പിച്ച് കൊല്ലാനുള്ള ദേഷ്യം അവളിൽ ഉണ്ടായിരുന്നു. വിനീത ആ റൂമിന്റെ ഭിത്തിയിലായി ഇടിച്ചുകൊണ്ടിരുന്നു. ശരീരത്തിന്റെ എവിടേക്കോ ഭിത്തിയിലിടിച്ച് വേദനിക്കുന്ന അവൾ അറിഞ്ഞു. ദ്രൗപദി ദേഷ്യത്തോടെ തറയിൽ വീണ് കിടക്കുന്ന വിനീതക്കരിയിലേക്ക് വന്നുകൊണ്ട് അവളുടെ മുഖത്തായി ഷൂസ് ഇട്ട കാലുകൊണ്ട് ചവിട്ടി. ദ്രൗപദിയുടെ കാലിനടിയിൽ കിടന്ന് വിനീത പിടച്ചു. നിനക്ക് ശ്രീകാന്തിനെ ഇഷ്ടമായിരുന്നെങ്കിൽ അത് അവനോട് പറയണമായിരുന്നു.
അല്ലാതെ അവനെന്നോട് പറഞ്ഞിട്ട് പോലില്ലാത്ത ഇഷ്ടത്തിന്റെ പേരിൽ എത്ര പേരുടെ ജീവനാണ് നീ എടുത്ത്? എന്റെ വെങ്കി, അവനെ നീ ഇല്ലാതാക്കിയില്ലേ? എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു, ലച്ചുവിനെ, എന്റെ ശിവനെ, ഇപ്പൊ വെങ്കിയുടെ അച്ഛനെ അമ്മയും. എന്തിന്റെ പേരിൽ? ഓരോന്ന് എണ്ണി ചോദിച്ചുകൊണ്ടുള്ള ദേഷ്യത്തോടെ വിനീതയെ ചവിട്ടിക്കൂട്ടി. സഞ്ജയ് അവളെ പെട്ടെന്ന് പിടിച്ചു മാറ്റി. വീണ്ടും കലിയോടെ വിനീതക്കരികിലേക്ക് പോകാൻ നിൽക്കുന്നവളെ പിടിച്ചു നിർത്താൻ സഞ്ജയ് പാടുപെട്ടു. ദ്രൗപദി, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ലച്ചുവിന്റെ അച്ഛനും അമ്മയും ഏതവസ്ഥയിലാണെന്ന് നമുക്കറിയില്ല. ഇവള് പറഞ്ഞ് ശരിയാണെങ്കിൽ വിനീത നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. സഞ്ജയ് പറയുന്നിട്ട് ദ്രൗപദി തിരിഞ്ഞെന്ന് കൈകൾ ചുരുട്ടി പിടിച്ചുകൊണ്ട് തന്നെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. വിനീത കെട്ടിവെച്ച കസേരയോടെ കൈ അനക്കാൻ പോലും കഴിയാതെ മരണപ്രാളത്തോടെ ശ്വാസം വലിച്ചെടുത്തു. നീ ഇതിനനുഭവിക്കും. ആ കിളവനും കിളവിയും നീ എന്നോട് ചെയ്തതിനെല്ലാം പകരം അനുഭവിക്കുന്ന കണ്ട് നീ വേദനിക്കും. എന്നെ വേദനിപ്പിക്കാൻ തോന്നിയ നിമിഷത്തെ ഓർത്ത് ഹൃദയം പൊട്ടി കരയും. എന്നെ വേദനിപ്പിച്ചതിന് പകരം അവര് രണ്ടുപേരെയും കൊന്ന് പൊട്ടിക്കിട്ട് കൊടുക്കും ഞാൻ. ക്രൂരതയോടെ പറയുന്നവൾ നോക്കി ദ്രൗപദി ചിരിച്ചു. ദ്രൗപദിയുടെ മുഖത്തെ ടെൻഷനും വെപ്രാളവും മാറി ചിരിവിടരുന്ന് കണ്ട് വിനീത പകച്ചുപോയി. ആരെ വിനീത നീ കൊന്ന് പട്ടിക്കിട്ട് കൊടുക്കുന്നത്? വെങ്കിയുടെ അച്ഛനെ അമ്മയാണോ? അതിന് നിന്റെ ആൾക്കാരുടെ കയ്യിൽ അവരുണ്ടായിട്ട് വേണ്ടേ? നിന്റെ പ്ലാനെല്ലാം നല്ലതായിരുന്നു. പക്ഷേ നിന്റെ കൂടെ എല്ലാത്തിനും നിന്ന പ്രിൻസ് എന്ന് നിന്റെ പാർട്ണർ ചതിക്കുന്നു കരുതി അവനെ ഇല്ലാതാക്കാൻ നീ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിരുന്നില്ലേ? അതറിഞ്ഞപ്പോൾ തന്നെ നിന്നിൽ നിന്ന് ഇതുപോലെ ചതി ഞാനും പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അതിനു വേണ്ട ഞാൻ ചെയ്യുകയും ചെയ്തു. രാമേശ്വരത്തായിരുന്നവരെ പിടിച്ച് അവിടെ വീട്ടിൽ തന്നെ ബന്ദികളാക്കി വെക്കാൻ നീ കാണിച്ച ബ്രില്യൻസ് ഉണ്ടല്ലോ, എനിക്കിഷ്ടമായി. പക്ഷെ എന്ത് ചെയ്യാം, അത് ഫ്ലോപ്പായി പോയി. ഇനി അവർ വെച്ച് വിലപേശലിൽ നിന്ന് രക്ഷപ്പെടാന്നുള്ളത് നിന്റെ മോഹം നടക്കില്ല. കാരണം അവരെ ഞാൻ രക്ഷപ്പെടുത്തി. ദ്രൗപദി മുട്ടൂത്തി അവളുടെ മുമ്പിലിരുന്നുകൊണ്ട് പകയോടെ അവളെ നോക്കി പറഞ്ഞു. ദ്രൗപദിയുടെ വാക്കുകൾ വിനീതയിൽ സ്ഫോടനം തന്നെ നടത്തി. തനിക്ക് രക്ഷപ്പെടാനുള്ള അവസാനത്തെ ആയുധമായിരുന്നവർ. അവർ തന്നെ കസ്റ്റഡിയിലുള്ളത് കൊണ്ട് തന്നെ ദ്രൗപദി തന്നെ കൊല്ലില്ലെന്ന ധൈര്യം അതുവരെയും വിനീതയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആ നിമിഷം മുതൽ വിനീതയിൽ ഭയം മരിച്ചു കയറാൻ തുടങ്ങി. എന്തുപറ്റി വിനീത? പകച്ചുപോയോ? എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ അഭിനയം? അത്ര മോശമായില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ നിന്റെ മുഖത്ത് ഈ പകപ്പെനിക്ക് കാണാൻ പറ്റില്ലല്ലോ. ദ്രൗപദി പുച്ഛത്തോടെ അവളെ നോക്കി പറഞ്ഞു. എന്തുപറ്റി വിനീത? ദ്രൗപദി പറഞ്ഞ നിനക്ക് വിശ്വാസമായില്ലെന്ന് തോന്നുന്നല്ലോ. എങ്ങനെ ഞങ്ങൾ ഇത് അറിഞ്ഞെന്നാണോ നീ ചിന്തിക്കുന്നത്? സഞ്ജയ് ചോദിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. വിനീത അവനെ ഉറ്റുനോക്കിയിരുന്നല്ലാതെ ഒന്നും മിണ്ടിയില്ല. നീ അവരെ പിടിച്ചുകൊണ്ടുവന്ന് അവരുടെ വീട്ടിൽ തന്നെ ബന്ദികളായിട്ടിരുന്നാൽ ഞങ്ങൾ കണ്ടെത്തില്ലെന്ന് കരുതിയല്ലേ? സത്യം പറയാലോ വിനീത, നീ പ്രതികാരം ചെയ്യാൻ വേണ്ടി അവരെ ഉപദ്രവിച്ചാലോ എന്ന് ദ്രൗപദി പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ ദ്രൗപദിക്ക് ഉറപ്പായിരുന്നു നീ നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടി തീർച്ചയായിട്ടും ഞങ്ങൾക്കെതിരെ ഒരായുധം കരുതി വെച്ചിട്ടുണ്ടാവുമെന്ന്. ഞങ്ങൾ പല രീതിയിൽ ഞങ്ങൾക്ക് ചുറ്റുള്ളവരെ സുരക്ഷിതരാണോ എന്ന് പല ആവർത്തി ഉറപ്പുവരുത്തി. എന്തിന്? നാട്ടിലുള്ള എൻ്റെ വീട്ടുകാരുടെ സുരക്ഷ പോലും ഞങ്ങൾ ഉറപ്പുവരുത്തിയതാ. കാരണം ഒരു അശ്രദ്ധ കൊണ്ട് നീ ഞങ്ങളിൽ നിന്ന് രക്ഷപ്പെടരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. പറഞ്ഞുപോയ സഞ്ജയ് കഴിഞ്ഞുപോയ നിമിഷങ്ങളെക്കുറിച്ച് ഓർത്തെടുത്തു. നോ സഞ്ജയ്, ഐ എം ഷുവർ വിനീത നമുക്കെതിരെ എന്തോ വലുത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കില്ല. ബട്ട് ദ്രൗപദി, നമ്മളെല്ലാവരും ശ്രദ്ധിച്ചില്ലവരൊന്നും ചെയ്യുന്നു. അവൾ എവിടെ പോയാലും പൊക്കാനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. മാത്രമല്ല അവൾക്ക് ചുറ്റും ഒരു ടീം തന്നെയുണ്ട്. നാളെ പോയി വിനീതയെ പൊക്കിയാൽ പിന്നെ നമ്മളെന്ത് പേടിക്കാൻ? തൽക്കാലം അവിടെ ആ കൂട്ടുകാരനെ വരെ വെറുതെ വിട്ടുവിടാത്തതാണ്. പക്ഷെ ഇപ്പോൾ നമ്മുടെ ആവശ്യമായി പോയി. അല്ലായിരുന്നെങ്കിൽ ആദ്യം അവനിട്ട് തന്നെ കൊടുത്തേനെ ഞാൻ. 1 കോടിയാ അവൻ ആവശ്യപ്പെട്ട്. അതൊന്നും പ്രശ്നമില്ല സഞ്ജയ്, എനിക്ക് അവളെ വേണം. എനിക്കെതിരെ ഇത്രയൊക്കെ പ്ലാൻ ചെയ്തവൾ എൻ്റെ കുഞ്ഞിനെ വരെ കൊല്ലാൻ അവൾ ശ്രമിച്ചില്ലേ? ഞാൻ കാരണം ഒരാളുടെ ജീവൻ പോയി. മറ്റൊരുത്തിന് എനിക്ക് എൻ്റെ കുഞ്ഞിന് വേണ്ടി മരണത്തിനും ജീവിതത്തിനും എടുക്കുവായി. ശിവന്റെ ശരീരത്തിൽ നിന്ന് വീണ ഓരോ തുള്ളി ചോരക്കും എനിക്ക് കണക്കി ഊതിക്കണം. ദ്രൗപദി മുറുകിയ സ്വരത്തോടെ പറഞ്ഞു. പക്ഷെ അവൾ വിശ്വസിക്കാൻ കൊള്ളുന്ന എൻ്റെ മനസ്സ് പറയുന്നു. അനുഭവം അതാണല്ലോ. കൂടെ നിന്ന് ആരും അറിയാതെ ഒരാളെ ഇല്ലാതാക്കാൻ വരെ അവൾക്ക് കഴിയും. ആദ്യം അവൾ ഇല്ലാതാക്കാൻ ശ്രമിച്ച് നമ്മുടെ മുമ്പിൽ വെച്ചാണെന്ന് മറക്കരുത്. അതും അത്രയും സെക്യൂരിറ്റി ഉള്ളപ്പോൾ. ദ്രൗപദി പറയുന്ന കേട്ട് സഞ്ജയ് ആലോചനയോട് നിന്നു. അപ്പം ഇനി എന്താ ചെയ്യുക? സഞ്ജയ് ആലോചനയോട് ചോദിച്ചു. അവളെന്തെങ്കിലും നമുക്ക് ചെയ്യുമെന്ന് ഉറപ്പാണ്. എങ്കിലും നമ്മുടെ കയ്യിൽ അവൾക്കെതിരെ ഒരു ആയുധമുള്ള ബലമാണ്. എന്നാലും നാളെ നീ അവളെ പിടികൂടും. ഇനി ഇതെല്ലാം അവളും പ്രിൻസും ചെയ്യുന്ന പ്ലാനാണെന്നും പറയാൻ പറ്റില്ല. അങ്ങനെയല്ല, അവളെ തന്നെ ഒഴിവാക്കാൻ നിൽക്കുകയായിരുന്നു. കാരണം അവൾ സെറ്റിൽ ചെയ്ത് വിടണമെങ്കിൽ 2-3 കോടി രൂപയെങ്കിലും അവൻ അവൾക്ക് കൊടുക്കണം. അത്രയും കൊടുത്ത് അവളെ പറഞ്ഞു വിടാൻ അത്രയും മാന്യമൊന്നുമല്ല പ്രിൻസ്. പിറ്റേന്ന് കൃത്യമായ പ്ലാനോട് കൂടിയാണ് പ്രിൻസിന്റെ ഫ്ലാറ്റിലേക്ക് പോയത് വിനീതയെ പിടികൂടിയതും. എന്നാൽ തങ്ങളുടെ പ്രതീക്ഷയിൽ ഒട്ടും വരാത്തായിരുന്നു വിനീത അതേസമയം തന്നെ പ്രിൻസിന് മറുപടി കൊടുക്കുമെന്നത്. അതും അവൻ്റെ ജീവനെടുത്തുകൊണ്ട് വിനീതയിൽ നിന്ന് അങ്ങനെ നീക്കം ഞങ്ങളാരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതറിഞ്ഞപ്പോൾ മുതൽ ദ്രൗപദിക്ക് തന്റെ സംശയം പൂർണ്ണമായി ഉറപ്പായി. അവൾ പറയുന്ന കേട്ടപ്പോൾ തനിക്കും മറിച്ചു തോന്നിയില്ല. എന്നാൽ എന്തായിരിക്കും വിനീത തങ്ങൾക്കെതിരെ കരുതി വെച്ചിരുന്ന ആയുധം? തങ്ങൾ തലപോഞ്ഞ് ആലോചിച്ചു. സന്ധിക്കാണ് ശ്രീകാന്ത് തങ്ങൾ വിളിക്കുന്നത്. ആദിക്ക് അവരുടെ കുടുംബക്ഷേത്രത്തിൽ എന്തൊക്കെയോ വഴിപാടുകൾ കുഞ്ഞാപ്പിയുടെയും ശിവന്റെയും ലച്ചുവിൻ്റെയൊക്കെ പേരിൽ നേർന്നിട്ടുണ്ടെന്നും അതെല്ലാം ഇന്ന് തന്നെ നടത്തണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നതെന്ന് പറയാം.
പിന്നീട് ഒരു ദിവസം പോവാമെന്ന് പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല. എന്ത് ചെയ്യാമെന്ന് ചോദിക്കാനാണ് ശ്രീകാന്ത് വിളിച്ചത്. കാരണം ഇന്നും നാളെ ആരും മറ്റെങ്ങും പോയിരുന്ന കർശന നിയന്ത്രണം ഞങ്ങൾ കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ശ്രീകാന്ത് തങ്ങളെ വിളിച്ചു ചോദിക്കുന്നു. അപ്പയും അമ്മയും എല്ലാ തിങ്കളാഴ്ചയും മുടങ്ങാതെ ചെയ്യുമായിരുന്നെന്ന്. കുറച്ച് നാളായി ചെയ്തിട്ട്, അതുകൊണ്ടാണ് തങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വന്നെന്നാണ് ആദ്യം പറയുന്നത്. ശ്രീകാന്ത് പറയുന്ന കേട്ട് താൻ അവളെയും കൊണ്ട് പോകാൻ അവനോട് പറഞ്ഞു. ഒപ്പം ബോഡി ഗാർഡ് കാണുമെന്നും പേടിക്കേണ്ടെന്നും. അവനെ ആശ്വസിപ്പിച്ച് പോകാൻ സമ്മതം കൊടുത്തെങ്കിലും സഞ്ജയ്ക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ദ്രൗപദി പറയുന്ന പോലെ അവൾ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഇനി ആരുടെയും ദേഹത്തൊരു മുള്ളു പോലും കൊള്ളരുതെന്ന് തനിക്ക് വാശിയുണ്ടെന്ന് അവൻ ഓർത്ത്. സഞ്ജയ്, അപ്പയും അമ്മയും എവിടെയുണ്ട്? എല്ലാം കേട്ടുകൊണ്ടെന്ന് അവൾ ആലോചനയോടെ ചോദിക്കുന്ന കേട്ട് സഞ്ജയുടെ മിഴികൾ കുറുകി. അവൾ ചോദിച്ചതിൻ്റെ അർത്ഥം മനസ്സിലായതും തങ്ങളുടെ ഉള്ളിൽ ഒരു സ്ഫോടനം തന്നെ നടന്നു. അവർ പോയതിനു ശേഷം അങ്ങനെ വിളിക്കാറൊന്നുമില്ല. ആകെ വിളിച്ച 3-4 തവണയാണ്. കുഞ്ഞാപ്പി തിരക്കി. എല്ലാവർക്കും കഠിന സമയമാണെന്നും ജീവഹാനി വരെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നൊരു സന്യാസി പറഞ്ഞെന്ന്. കഴിഞ്ഞ മാസം ഇടർച്ചയോടെ വിളിച്ചു പറഞ്ഞ അപ്പയെ ഓർത്ത് കരഞ്ഞ ലച്ചുവിനെ അവരുടെ വാക്കുകളും ഭയത്തോടെയാണ് സഞ്ജയ് ഓർത്തത്. അതിനുശേഷം അവർ വിളിച്ചിട്ടില്ല. മറ്റെവിടെയെങ്കിലും പോകാൻ തോന്നിയില്ലെങ്കിൽ ഇതാവും അവസാന ക്ഷേത്രം എന്ന് പറഞ്ഞാണ് അന്ന് അപ്പ ഫോൺ വെച്ചെന്ന് ലച്ചു പറഞ്ഞിരുന്നു. സഞ്ജയ് പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ട് പല നിർദ്ദേശങ്ങളും കൊടുത്തു. ഒപ്പം അപ്പയും അമ്മയും എവിടെയാണെന്ന് കണ്ടെത്താനുള്ള നിർദ്ദേശവും. ഓരോ മിനിറ്റും വർദ്ധിച്ച ടെൻഷനോടെയാണ് പിന്നീട് കടന്നുപോയത്. ഒടുവിൽ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കഴിഞ്ഞ മാസം അവരെത്തിയതിന് തെളിവിട്ടിയതും സഞ്ജയും ദ്രൗപദിയും പരസ്പരം നോക്കി. അവിടെ വരെ എത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അപ്പയും അമ്മയും ലച്ചുവിനെ ആദ്യം കാണാൻ വരാതിരിക്കില്ല, പ്രത്യേകിച്ച് കുഞ്ഞാപ്പി കൂടി ഉള്ളപ്പോൾ. അവിടെ വരെ വന്നിട്ട് ഇവരാരെയും കാണാതെ അവർ മറ്റൊരു ക്ഷേത്രത്തിലേക്ക് പോകില്ലെന്ന് ഉറപ്പാണ്. അങ്ങനെയൊന്നും നടക്കാത്തതുകൊണ്ട് ഉറപ്പോടെ പറയാം അഹിതമായതെന്തോ നടന്നിട്ടുണ്ടെന്ന്. ശ്രീകാന്ത് ഉറപ്പിച്ച് പറയുന്ന കേട്ട് സഞ്ജയും ദ്രൗപദി അവർ മിസ്സിംഗ് ആണെന്ന് ഉറപ്പിച്ചു. തങ്ങൾക്കെതിരെ വിനീത കണ്ടെത്തി വെച്ചിരിക്കുന്ന ആയുധം അത് വലിയൊരു നടുക്കത്തോടെയാണ് സഞ്ജയും ശ്രീകാന്തും ഒക്കെ തിരിച്ചറിഞ്ഞത്. പിന്നീട് അവരെ കണ്ടെത്താൻ വേണ്ട ചർച്ചയായിരുന്നു. അങ്ങനെയെങ്കിൽ എവിടെയായിരിക്കും അവൾ അവരെ ഒളിപ്പിച്ചിട്ടുണ്ടാവുക? ഹരിഹരൻ്റെതായിരുന്ന ആ പഴയ ഗോഡൗൺ ഗസ്റ്റ് ഹൗസ് ഒക്കെ പരിശോധിക്കണം. അവരുമായിട്ടായിരുന്നല്ലോ അവിടെ കൂട്ട്. ദ്രൗപദി പല്ല് കടിച്ച് പിടിച്ച് തന്നെ നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു. സഞ്ജയ് അപ്പോൾ തന്നെ തൻ്റെ ആളുകളോട് അവൾ പറഞ്ഞിടത്തെല്ലാം പരിശോധിക്കാൻ പറഞ്ഞു. അവളുടെ അച്ഛൻ പണ്ടനെ പിടിച്ചിട്ടിരുന്നൊരു സ്ഥലമുണ്ട്, ഒരു വീട്. പുറമേ നിന്നുകൊണ്ട് ആർക്കൊന്നും തോന്നില്ല. നമുക്ക് അവിടെ നിന്ന് പോയി നോക്കിയാലോ? ശ്രീകാന്ത് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റതും സഞ്ജയ് അവനോടൊപ്പം എഴുന്നേറ്റു. പുറത്തേക്ക് പോകാൻ തുടങ്ങിയവരെ തടഞ്ഞുകൊണ്ട് ദ്രൗപദി വിളിച്ചു. സഞ്ജയ്, എന്താ? നമുക്കറിയാൻ സമയമില്ല. എത്രയും പെട്ടെന്ന് അവരെ നമുക്ക് റിലീസ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ അവളെ പിടിക്കുന്നത് വെറുതെ ആവും. അറിയാം, പക്ഷേ അവരെവിടെയാണെന്നൊരു തുമ്പിട്ടാൽ എങ്ങനെയാണ്? എവിടെയെന്ന് വെച്ചാൽ നമ്മൾ തിരക്കുന്നത്. അതിന് നമ്മളെന്തിനെ ഇങ്ങനെ അറിഞ്ഞിരിക്കുന്നു? കൃത്യമായിട്ട് അവരെവിടെയാണെന്ന് പറഞ്ഞുതരാൻ പറ്റിയ ആൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ടല്ലോ. ദ്രൗപദി പറയുന്നിട്ട് ആദ്യം അവർക്കാളും മനസ്സിലായില്ലെങ്കിലും പിന്നീട് മനസ്സിലായത് അവരുടെ മുഖത്ത് ക്രൂരമായ പുഞ്ചിരി വിടർന്നു. ഇരുട്ടുമുറിയിൽ ബന്ധനസ്ഥനായിരിക്കുന്നവന്റെ കണ്ണുകൾ മാത്രം ചുറ്റും പരതിക്കൊണ്ടേയിരുന്നു. തൊണ്ടയാകെ വരണ്ടു വിട്ടുന്നുണ്ടായിരുന്നു. ഇത്തിരി വെള്ളം, അയാൾ ദയനീയമായി മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ദിവസമോ സമയമോ ഒന്നറിയാതെ താൻ ഇവിടെ ബന്ധനസ്ഥനായിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസങ്ങളായെന്ന് പോലും അയാൾക്ക് അറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ചുറ്റിനും ഉയരുന്ന ദുർഗന്ധം തന്നെ അയാളെ തളർത്തുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും അയാൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. കാരണം ഇപ്പോൾ വെളിച്ചം അയാൾ ഭയപ്പെട്ട് തുടങ്ങിയിരുന്നു. എന്താണ് വിശ്വനാഥ, വെളിച്ചത്തിലേക്ക് നോക്കില്ലെന്ന് വാശിയാണെന്ന് തോന്നല്ലോ. സഞ്ജയുടെ ശബ്ദം മുഴക്കം പോലെ അവിടെ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. അത് കേട്ടിട്ടും കണ്ണു തുറക്കാതിരിക്കുന്ന ആളെ കണ്ട് സഞ്ജയ്ക്കും ശ്രീകാന്തിനും ദേഷ്യം വന്നു. ശ്രീ അയാളുടെ മുഖത്തേക്ക് ശക്തമായി അടിച്ചു. അടിയുടെ വേദന കൊണ്ട് മുഖം ചുളിഞ്ഞു പോയെങ്കിലും അയാൾ പെട്ടെന്ന് കണ്ണു തുറന്നു. എവിടെയാണോ ആദിയുടെ അച്ഛനും അമ്മയും നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ശ്രീ വീണ്ടും അയാളുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചുകൊണ്ട് ചോദിച്ചു കേട്ട് വിശ്വനാഥന്റെ ഉള്ളിലൊരു സ്ഫോടനം തന്നെ നടന്നു. ഇതെങ്ങനെ? വിശ്വനാഥൻ അറിയാതെ തന്നെ ചോദിച്ചു പോയി. എങ്ങനെ അറിഞ്ഞുവെന്നോ? തൻ്റെ മകൾ വഴി തന്നെ ഞങ്ങൾ അറിഞ്ഞ്. നിന്റെ മകൾ വിനീതപ്പം ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. അവളെ ജീവനോടെ വേണമെങ്കിൽ മര്യാദക്ക് പറഞ്ഞോ. എവിടെയുണ്ട് അവര്? സഞ്ജയ് വിശ്വനാഥന്റെ കോളർ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്കറിയില്ല. ആഹാ, ഇങ്ങനെ ചോദിച്ചാലൊന്നും ഇയാൾ പറയില്ല സഞ്ജയ്. അച്ഛനും മോൾക്കും ഭ്രാന്താ. നിങ്ങൾ രണ്ടുപേരും എൻ്റെ പേരിലല്ലേ ഈ ഭ്രാന്ത് അത്രയും തുടങ്ങിയത്? ഇത്രയൊക്കെ എല്ലാവരെയും ദ്രോഹിച്ച പോരെ. ഇനിയും എന്തിനാണ് ഇങ്ങനെ ഓരോരുത്തരെയും കൊല്ലാകൊല ചെയ്യുന്നത്? മര്യാദക്ക് പറഞ്ഞോ. ശ്രീ വീണ്ടും അയാൾ അടിച്ചുകൊണ്ട് പറയുന്ന കേട്ട് വിശ്വനാഥൻ വേദന കൊണ്ട് കരഞ്ഞു പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.